എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിൽ നിന്നാണ് ലൈവ് ന്യൂസ് ഇപ്പോൾ ആരംഭിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ പൊട്ടിത്തെറിച്ചത് മത്സര വെടിക്കെട്ടിനെത്തിച്ച സ്ഫോടക വസ്തുക്കൾ. പുതിയകാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കുംപുറം വിഭാഗം ഇന്നലെ വെടിക്കെട്ട് നടത്തി. ഇന്ന് വടക്കുംപുറം വിഭാഗം വെടിക്കെട്ട് നടത്താനിരിക്കെയാണ് അപകടമുണ്ടായത്. അനധികൃതമായാണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചതെന്ന് കളക്ടർ പറഞ്ഞു. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ചവർക്കും എതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, അനുമതിയില്ലാതെ ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കുന്നത് വലിയ കുറ്റമാണ്. ഈ അടുത്ത സമീപ സമയങ്ങളിലും ഇത്തരം നിരവധി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിൽ നടന്ന അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? പ്രവിധ, എന്തായാലും ഈ കേസെടുത്തത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ക്ഷേത്ര കമ്മിറ്റി ഉൾപ്പെടെ ഉത്സവ കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ഹിൽ പാലസ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ, ജില്ലാ ഭരണകൂടം അടക്കം നടത്തിയ അന്വേഷണത്തിൽ ഈ വെടിമരുന്നടക്കം സൂക്ഷിക്കാനുള്ള അനുമതി ഒന്നും തന്നെ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒപ്പം ഇന്നലെ നടത്തിയ വെടിക്കെട്ട് ഉൾപ്പെടെ നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തുകയും അതിന്റെ ഒക്കെ പുറത്താണിപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ വെടിമരുന്നുമായി എത്തിയ രണ്ടുപേർ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലും ഇവരെ അടക്കം വെച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോൾ വിദഗ്ധരുടെ പരിശോധന അല്പസമയം മുമ്പ് നടന്നിരുന്നു. ഇനി ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം വിശദമായ പരിശോധനയും വരേണ്ടതുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ വാഹനത്തിനുള്ളിലുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് പോയത് എന്നുള്ള ഒരു സംശയമാണ് ഫയർഫോഴ്സ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ വ്യക്തത വരണമെങ്കിൽ ഈ ഫോറൻസിക് വിഭാഗത്തിന്റെ ഡീറ്റെയിൽ ആയ പരിശോധന നടക്കേണ്ടതുണ്ട്. ഒപ്പം ഈ നിലവിലെ നിയമപ്രശ്നങ്ങൾ അത് വിശദമായി തന്നെ അന്വേഷിക്കുകയാണ് പോലീസും ഫയർഫോഴ്സും. ഒരു തീപിടുത്തമല്ല, ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ നിഗമനം. അതുകൊണ്ട് പോലീസിനാണ് ഇതിൽ വിശദമായ അന്വേഷണത്തിനും തുടരന്വേഷണത്തിനും ഒക്കെയുള്ള ഇനിയുള്ള സാധ്യതയുള്ളത്. അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഒപ്പം ഈ വെടിമരുന്നുകൾ സൂക്ഷിക്കുന്നതിലെ നിയമപ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഉന്നതതല അന്വേഷണം തന്നെ ഈ സംഭവത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും ആശുപത്രിയിൽ 25-ലധികം ആളുകൾ തുടരുന്നു. അതിൽ ഒരാളുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. എന്തായാലും വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുണ്ട്. ഒരു ക്യാമ്പ് ഇവർക്ക് വേണ്ടി തുറന്നിട്ടുമുണ്ട്. എന്തായാലും ഈ അപകട സാധ്യതയുള്ള വീടുകളാണ് ചുറ്റിനുമുള്ളത്. അവിടെ ഇനി താമസിക്കുന്നത് പ്രശ്നമാണ് എന്നുള്ളതാണ് വിലയിരുത്തൽ. കാരണം പല വീടുകൾക്കും ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. അവിടെ ആളുകൾ തുടരുന്നത് വീണ്ടും ഒരു അപകടത്തിന് സാധ്യത ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് അവിടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഗുരുതരമായ അപകട സ്ഥിതിയുള്ള വീടുകളിൽ നിന്ന് ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുനിസിപ്പാലിറ്റി എത്തിയിരിക്കുന്നത്. അവരെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. പ്രാഥമികമായി വേണ്ടത് എത്ര രൂപയുടെ നഷ്ടം ഇതിലുണ്ടായി എന്നുള്ളൊരു കണക്കെടുപ്പാണ്. അത് ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് എടുക്കുന്നുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടടക്കം ഉന്നതതല സമിതിക്ക് സമർപ്പിക്കുകയും ചെയ്യും. പ്രവിധ. അശ്വിൻ, അതോടൊപ്പം തന്നെ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ആശുപത്രി അധികൃതർ പുറത്തുവിടുന്നുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? തൃപ്പൂണിത്തുറയിൽ പൊട്ടിത്തെറിച്ചത് മത്സര വെടിക്കെട്ടിനെത്തിച്ച സ്ഫോടക വസ്തുക്കൾ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പുതിയകാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കുംപുറം വിഭാഗം ഇന്നലെ വെടിക്കെട്ട് നടത്തി. ഇന്ന് വടക്കുംപുറം വിഭാഗം വെടിക്കെട്ട് നടത്താനിരിക്കെയാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല ബിൽഡിങ്ങുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ ബിൽഡിങ്ങുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാകും ഇവിടേക്ക് താമസിക്കാൻ അനുവദിക്കുക. ഒപ്പം തന്നെ ഇതിൽ ഒരു വ്യക്തമായ കണക്കെടുപ്പിന്റെയൊക്കെ ആവശ്യമുണ്ട്. ആ നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് മാനന്തവാടിയിൽ പടമല സ്വദേശി അജീഷിനെ കൊന്ന ബേലൂർ മഖ്നയെ പിടികൂടാനുള്ള ദൗത്യം വൈകുന്നു. ആനയുടെ ലൊക്കേഷൻ മാറുന്നതാണ് തിരിച്ചടി. ഇതിനിടെ ആനയുടെ 100 മീറ്റർ അടുത്തുവരെ ദൗത്യസംഘം എത്തിയിരുന്നു. RRT സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലാണ് ആന. സാഹചര്യം അനുകൂലമായാൽ മയക്കുപിടി വെക്കാൻ ദൗത്യസംഘം സജ്ജമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 200ഓളം ജീവനക്കാരും 4 കുങ്കിയാനകളുമാണ് ദൗത്യത്തിലുള്ളത്. മാനന്തവാടിയിൽ പ്രതിഷേധം തുടരുകയാണ്. BJP പ്രവർത്തകർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. മാനന്തവാടി DFO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളുമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇന്നലെയും സമാനമായ വെല്ലുവിളിയാണ് ഈ വനം വകുപ്പ് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ആന എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് കൃത്യമായി സാധിക്കുന്നുണ്ടോ?
ഇന്ന് ഉച്ചവരെ കാര്യമായ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. കാരണം ഈ ആനയുടെ തൊട്ട് മുന്നിൽ, അതായത് 100 മീറ്റർ ചുറ്റളവിൽ വരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വെറ്റിനറി സംഘവും RRT സംഘവും തൊട്ടടുത്ത് തന്നെ, ആനയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ലൊക്കേഷൻ മാറി മാറി പോവുകയാണ്. അതായത് അല്പം വേഗത്തിൽ നടന്നുകൊണ്ട് മാറുന്നതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളത് അതിന്റെ ഭൂമിശാസ്ത്രവും ഒരു തരത്തിൽ പ്രതിസന്ധിയാണ്. കാരണം പരന്ന ഒരു പ്രതലത്തിലല്ല ആന നിൽക്കുന്നത് എന്നുള്ളതാണ്. ആന മാറി മാറി പോവുകയാണ്. അല്പസമയം മുമ്പ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാഴ്ചവട്ടത്തിൽ നിന്നും അത് മറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അതിനെ പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 ടീമായി തിരിഞ്ഞാണ് ഇപ്പോൾ ഈ നിരീക്ഷണം ഒക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൗത്യത്തിൽ 4 കുങ്കിയാനകളെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഈ RRT സംഘം 100ഓളം ജീവനക്കാരാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷെ നിലവിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധി ഈ ആന കാഴ്ചവട്ടത്തിൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാഴ്ചവട്ടത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിസന്ധി. ചൂട് വലിയ അളവിൽ കൂടുന്നു. ഒരുപക്ഷെ അതൊക്കെ തന്നെയാകാം ഈ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. മയക്കുവെടി വെക്കാൻ കഴിയും, അതായത് സന്ധ്യ മയങ്ങും മുമ്പേ ഈ മയക്കുവെടി വെക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇല്ലെങ്കിൽ ദൗത്യം നാളെ പുനരാരംഭിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ കാഴ്ചവട്ടത്തിൽ നിന്ന് ആന മറഞ്ഞ ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട് മാനന്തവാടിയിൽ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ബജറ്റ് ചർച്ചയ്ക്കിടെ സഭയിൽ പ്രതിപക്ഷ ബഹളം. അഴിമതി ആരോപണം സഭയിൽ ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടൻ MLA-യുടെ ശ്രമം സ്പീക്കർ തടഞ്ഞതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. വ്യക്തമായ രേഖകൾ ഇല്ലാത്തതിനാൽ അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ അറിയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വായ്മൂടി കെട്ടാൻ ശ്രമിച്ചാൽ നടക്കില്ല എന്നും വിശദാംശങ്ങൾ പുറത്തു പറയുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. നോട്ടീസ് നൽകിയപ്പോൾ എനിക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും ഒരു കോള് വന്നു. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, അപ്പം ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ തന്നെയാണ്, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും സമർപ്പിക്കുന്നതിനുമുള്ള അനുമതി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ അഡ്വാൻസ് ചെയ്ത് ചോദിച്ചു, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ സമർപ്പിക്കണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻസിൻ്റെ കോപ്പി സ്പീക്കറുടെ ഓഫീസിൽ നൽകുകയുണ്ടായി. എന്നിട്ടും ആ ഡോക്യുമെൻറ്റ്സ് നൽകിയതിന് ശേഷവും എന്ത് കാരണത്താലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എൻ്റെ പ്രസംഗം അനുവദിക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ വിഷയം ഉന്നയിക്കുന്നതിൽ തന്നെ നിശ്ചയിച്ചെന്ന് എനിക്കില്ല. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കൃത്യമായ രേഖകൾ സ്പീക്കർക്ക് മുന്നിൽ ഹാജരാക്കിയതാണ്. പക്ഷേ സ്പീക്കർ സംസാരിക്കാൻ അനുവദിച്ചില്ല. എന്തായാലും ഇതുൾപ്പെടെയുള്ള ഈ ആരോപണം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം പുറത്തെത്തിക്കുമെന്നാണ് അദ്ദേഹം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അത്തരത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു? പ്രവിധ, നിയമസഭയിൽ ബജറ്റ് ചർച്ച നടക്കുന്നതിനിടെയാണ് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കം മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുക എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ ലക്ഷ്യം വെച്ചിരുന്ന കാര്യം. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് AP വർക്കിൽ നിന്ന് CN മോഹനിലേക്കുള്ള മാറ്റമാണ് ഇന്നത്തെ CPM എന്നും, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കയ്യിലൊന്നുമില്ലാതെ വീട്ടിലേക്ക് മടങ്ങിയ ആളാണ് വർക്കിയെന്നും, ആ രീതിയിലേക്ക് CPM നേതാക്കൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നടക്കമുള്ള കാര്യങ്ങൾ, ചില സമീപകാല സംഭവവികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കെതിരെ എന്ന് പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ തന്നെ സ്പീക്കർ അതിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമായ രേഖകളില്ലാത്തതിനാൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ നിലപാടെടുത്തു. എന്നാൽ അത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം പ്രതിപക്ഷം തിരികെയും ആരോപിച്ചു. മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം സംരക്ഷിക്കാനുള്ള നീക്കം, അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവരരുതെന്നുള്ള നീക്കമാണ് സ്പീക്കർക്ക് നടക്കമുള്ള ആക്ഷേപം. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രതിപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കി. ഒരു ചട്ടപ്രകാരമല്ല മാത്യു കുഴൽനാടൻ നടപടി എന്നുള്ളതായിരുന്നു സ്പീക്കർ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത്. ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് സഭയുടെ വിശുദ്ധി കളയാൻ അനുവദിക്കില്ലെന്നും സ്പീക്കർ N. ഷംസീർ നിയമസഭയിൽ നിലപാടെടുത്തു. ഇതോടുകൂടി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. മാത്രമല്ല, പ്രതിപക്ഷം പ്രതിഷേധിച്ച സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നാലെയാണ് മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ച പ്രധാനപ്പെട്ട കാര്യം, അസാധാരണമായ സംഭവങ്ങളാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മുൻകൂട്ടി ഒരു ആരോപണം എഴുതി നൽകിയിട്ടും സ്പീക്കർ അനുമതി നിഷേധിച്ചത് സഭാ ചരിത്രത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയാണെന്ന് കൂടി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. മാത്യു കുഴൽനാടനും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വേർഷൻ പറയുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമായിരുന്നു, ഉത്തമ ബോധ്യവും ഉത്തരവാദിത്വവും ഉള്ളതുകൊണ്ടാണ് സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. എന്നാൽ എത്ര വായ്മൂടി കെട്ടാൻ ശ്രമിച്ചാലും അത് നടക്കില്ലെന്നും പാർട്ടിയുമായി ആലോചിച്ച ശേഷം വിശദാംശങ്ങൾ പുറത്തു പറയുമെന്നും മാത്യു കുഴൽനാടൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി. പ്രവിധ.
ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റ് ചർച്ചയ്ക്കിടെയാണ് സഭയിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. അഴിമതി ആരോപണം സഭയിൽ ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടൻ MLA-യുടെ ശ്രമം സ്പീക്കർ തടഞ്ഞതോടെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങുകയായിരുന്നു. മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജിയിൽ KSIDC-ക്കെതിരെ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. KSIDC ഉദ്ദേശശുദ്ധി വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. KSRDC സാവകാശം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഈ മാസം 26-ന് ഹർജി വീണ്ടും പരിഗണിക്കും. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ വാദങ്ങളാണ് KSRDC നിരത്തിയത്? മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരെ KSDC ഇന്ന് ശക്തമായ വാദമാണ് ഹൈക്കോടതിയിൽ ഉയർത്തിയത്. CMRL എക്സാലോജിക് പണമിടപാടിൽ KSDC-ക്കെതിരായ SFIO അന്വേഷണം സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും സൽപ്പേരിനെയും ബാധിക്കുമെന്ന് KSDC അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ആശങ്ക എന്തിനാണെന്നും KSDC-യോട് ഈ വിഷയത്തിൽ സഹകരിക്കാനുമാണ് കോടതി. CMRL-ന്റെ ഇടപാടുകൾ ശരിയായി അന്വേഷിക്കപ്പെടേണ്ടതാണെന്നും കോടതി നിലപാടെടുത്തു. എന്തായാലും കൂടുതൽ സമയം തേടിയിട്ടുണ്ട് KSDC ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അറിയിക്കാൻ. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ എന്ന് കേന്ദ്രവും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 26-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ശരി. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ കോൺഗ്രസ് വിട്ടു. BJP-യിൽ ചേരും എന്നാണ് സൂചന. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതുൻ, കോൺഗ്രസിന് പ്രബലനായ ഒരു നേതാവിനെയാണ് നഷ്ടമാകുന്നത്. BJP-യിൽ തന്നെ ചേരും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സ്ഥിരീകരണം നൽകുന്നുണ്ടോ? നിതിൻ, കേൾക്കാമെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് പാർട്ടി വിടുന്ന മൂന്നാമത്തെ പ്രബലനായ നേതാവാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പാർട്ടി വിടുമ്പോൾ കൂടുതൽ MLA-മാരും പാർട്ടി വിടാനുള്ളൊരു സാഹചര്യമില്ലേ? BJP-യിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സൂചന നൽകുന്നുണ്ടോ, ഉറപ്പിക്കുന്നുണ്ടോ? പ്രവിധ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. മിലൻ ദിയോറ, ബാബ സിദ്ദിഖി, ഇപ്പോൾ അശോക് ചവാനും കോൺഗ്രസ് വിട്ടിരിക്കുകയാണ്. അശോക് ചവാൻ ഇനി BJP-യിലേക്ക് പോകുമെന്നാണ് ഇതുവരെ ഉണ്ടായ സൂചന. കഴിഞ്ഞ ഏതാനും നാളുകളിൽ തന്നെ അശോക് ചവാൻ BJP-യോട് ചേരുമെന്നൊരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ഇപ്പോൾ അശോക് ചവാൻ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. അശോക് ചവാനൊപ്പം കൂടുതൽ കോൺഗ്രസ് MLA-മാർ പോകുമോ എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ BJP-യുടെ ഭാഗത്തും മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ സൂചനകളായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മഹാരാഷ്ട്രയിലുണ്ടായ ഈ കൊഴിഞ്ഞുപോക്ക്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം എന്നത് ശ്രദ്ധേയമാണ്. 2008 മുതൽ 2010 വരെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു അശോക് ചവാൻ. അതോടൊപ്പം തന്നെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പദവി വഹിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി വലിയ തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അശോക് ചവാൻ ഉണ്ടായിരുന്നു. ഈ ഒരു കാരണം തന്നെയാണ് ഈ രാജിക്ക് കാരണമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു കൊഴിഞ്ഞുപോക്കിനെ നേരിടാൻ കോൺഗ്രസ് നേതൃത്വം എന്ത് തരത്തിലുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കുന്നു എന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ ഒരു വിജയപ്രതീക്ഷ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. കാരണം ശിവസേന, ഉദ്ധവ് താക്കറെയും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതിനിടയിലാണ് ഇത്തരം ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത്. എന്തായാലും BJP-യിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് ഇതുവരെ അശോക് ചവാൻ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ഒരുപക്ഷെ വൈകാതെ തന്നെ BJP-യിലേക്ക് ചേരുമെന്ന് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് തിരിച്ചടി. പ്രബലനായ നേതാവ് അശോക് ചവാൻ കോൺഗ്രസ് വിട്ടു. പാലക്കാട് പെരുവമ്പ് ആൾക്കൂട്ട കൊലപാതകത്തിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം. പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് വിധി. 2010 മാർച്ച് 9-നാണ് പെരുവമ്പ് സ്വദേശി രാജേന്ദ്രനെ പ്രതികൾ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. രാജേന്ദ്രന്റെ മാതാവ് രുക്മിണി കഴിഞ്ഞ 14 വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിധി പുറത്തുവരുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, ഒരമ്മ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ പരിസമാപ്തി എന്ന് കരുതാനാകുന്ന വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും പ്രവിധ, അങ്ങനെ തന്നെയാണ് പറയാൻ കഴിയുക. നീണ്ട 14 വർഷം രാജേന്ദ്രന്റെ അമ്മ രുക്മിണി നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഫലം കാണുന്നു എന്ന് വേണം കരുതാൻ. മുഴുവൻ പ്രതികൾക്കും, ഈ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ പാലക്കാട് 1-ാം ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രതികളെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകും. ഇത് 2010 നടക്കുന്ന ഒരു കേസാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന രാജേന്ദ്രനെ
ആദ്യം ഒരു രാജേന്ദ്രനുമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം വീട്ടിലെത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് അവിടെ പോസ്റ്റിൽ കെട്ടിയിട്ട് രാജേന്ദ്രനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പുതുനഗരം പോലീസിൽ ഈ സംഭവം നടക്കുന്ന ഉടനെ തന്നെ രാജേന്ദ്രന്റെ അമ്മ ബന്ധപ്പെട്ടെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസ് ഈ സംഭവ സ്ഥലത്ത് എത്തിയത്. അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയിൽ രാജേന്ദ്രനെ പ്രവേശിപ്പിച്ചത് തുടങ്ങിയ പരാതികളൊക്കെ ആ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ ഇത് വലിയ രീതിയിൽ വാർത്തയായതിന് പിന്നാലെ രൂപപ്പെടുകയും പിന്നീട് പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തു പങ്കുവയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മധു കേസിനെയൊക്കെ കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ പറയുമ്പോൾ അതിനു മുൻപ് നടന്ന ഒരു ആൾക്കൂട്ട കൊലപാതകം എന്ന് തന്നെ വേണം ഈ രാജേന്ദ്രന്റെ കേസിൽ കാണാൻ. എന്തായാലും ഈ കേസിൽ 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രവിത. ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് ആശ്വാസം. ഇഡിക്ക് മുന്നിൽ നാളെ ഹാജരാകണോ വേണ്ടിയോ എന്ന് തോമസ് ഐസക്കിന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. സമൻസിന് എതിരായ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും. ഇഡി സമൻസിനെതിരായ കിഫ്ബിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, തോമസ് ഐസക്കിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. നാളെ എന്തായാലും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതില്ല. തോമസ് ഐസക്കിന്റെ ഇതൊക്കെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു ആശ്വാസ വിധി വരുന്നത്. അധികം വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വിഷയത്തിൽ ഇഡിയുടെ എതിർപ്പ് ഇതിനോടകം തന്നെ അവർ രേഖപ്പെടുത്തിയിരുന്നു. കേസ് നാളത്തേക്ക് മാറ്റിവെച്ച പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് ഇതിനോടകം ഒരു സമൻസ് അയച്ചിട്ടുണ്ടെന്നും നാളെ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ കേസ് നാളത്തേക്ക് മാറ്റിയ സാഹചര്യത്തിൽ തോമസ് ഐസക്കിന് വേണമെങ്കിൽ ഹാജരാകാം. ആ ഒരു ചോയ്സ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് കോടതി ചെയ്തത്. ഈ ഹാജരാകാതിരുന്നാലും ഹാജരായാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. സമൻസിനോട് അദ്ദേഹം പ്രതികരിക്കാത്തത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, സമൻസിനോട് പ്രതികരിക്കുന്നില്ല എന്ന് ഇന്നും ഇഡി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പക്ഷേ കടുത്ത നടപടിയിലേക്ക് കോടതി പോയില്ല. പകരം അദ്ദേഹം നാളത്തേക്ക് കേസ് മാറ്റി അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ നാളെ ഹാജരാകാമെന്ന് പറയുകയും ചെയ്തു. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. ഈ മാസം 19-ന് ഹാജരാകുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു. വിനീത വീതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിനീത, ഈ പ്രതികൾ ഹാജരാകുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് കാര്യങ്ങൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണ സംഘത്തിന് തേടേണ്ടതുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രവിധ, ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ കേസിലെ പ്രധാന പ്രതികളായ KD പ്രതാപനും ഭാര്യ ശ്രീനയും ഒളിവിൽ പോയത്. തുടർന്ന് ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ ഈ ജാമ്യാപേക്ഷ ഓരോ ഘട്ടത്തിലും പരിഗണിക്കുമ്പോഴും കോടതി ആവശ്യപ്പെട്ടിരുന്നത് എന്തുകൊണ്ട് ഈ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുന്നു, അവർക്ക് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി കൂടെ എന്നായിരുന്നു കോടതി പലതവണ ചോദിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യവും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ കക്ഷികളുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. തുടർന്നാണ് ഈ ജാമ്യാപേക്ഷയിന്മേൽ ഇന്നൊരു വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഈ ഇരുവരും, ഈ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികളും അന്വേഷണത്തോട് സഹകരിക്കാമെന്നും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് 19-ാം തീയതി ഇരുവരും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുമെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുൻകൂർ ജാമ്യാപേക്ഷ ഇരുവരും ഹാജരായതിനു ശേഷം പരിഗണിക്കാനായും മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാനും കോടതി അനുവാദം നൽകിയിട്ടുണ്ട്. ഇരുവരുമായി നടത്തിയത് കേരളത്തിൽ ഇതിനോടകം തന്നെ നടന്നിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വളരെയേറെ വ്യാപ്തിയുള്ള ഒരു സാമ്പത്തിക കുറ്റകൃത്യം എന്നുള്ളത് തന്നെയാണ് ഇഡിയും കോടതിയെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നും ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇരുവരും, ഈ പ്രധാന പ്രതികൾ 2 പേരും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി കൂടെ എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തിയത്. തുടർന്ന് ഇരുവരും അന്വേഷണത്തോട് സഹകരിക്കാമെന്നും 19-ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാമെന്നും കോടതി അറിയിക്കുകയായിരുന്നു. പ്രവിധ. ശരി, സംസ്ഥാനം കണ്ട വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസ്. ഇതിലെന്തായാലും ഒളിവിലായിരുന്ന പ്രതികൾ 19-ന് ഹാജരാകുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ പ്രതികൾ ഹാജരാകും. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് നിയമസഭയിൽ നയപ്രഖ്യാപനം വായിക്കാത്തതിൽ വിശദീകരണവുമായി ഗവർണർ RN രവി. നയപ്രഖ്യാപനത്തിന് മുൻപും ശേഷവും ദേശീയഗാനം ആലപിക്കണമെന്ന നിർദ്ദേശം അംഗീകരിച്ചില്ലെന്നും പ്രസംഗത്തിൽ വസ്തുതാവിരുദ്ധമായ ഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു. ദേശീയഗാനത്തിനായി എഴുന്നേറ്റപ്പോൾ ഗോഡ്സെയുടെ പിന്മുറക്കാരനാണെന്ന് സ്പീക്കർ പറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ദേശീയഗാനത്തിന് മുൻപ് സഭ വിട്ടിറങ്ങിയത് എന്നാണ് ഗവർണറുടെ വിശദീകരണം. മനീഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനീഷ്,
ഗവർണറുടെ വിശദീകരണം വരുന്നുണ്ട്. അതിനാടകീയമായ രംഗങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായത്. ഇപ്പോൾ ഗവർണറുടെ വിശദീകരണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ എന്തൊക്കെ? പ്രവിത, തീർച്ചയായും. കാരണം ഇതിനു മുൻപും സമാനമായ രീതിയിൽ, അതായത് സഭ തീരുന്നതിന് മുമ്പേ, ദേശീയഗാനം പാടുന്നതിന് മുമ്പേ സഭ വിട്ടിറങ്ങുന്ന ഒരു നിലപാടെടുത്തിരുന്നു ഗവർണർ ആർ എൻ രവി. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ കൃത്യമായ കാരണങ്ങൾ ഗവർണർ ആർ എൻ രവി പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പലതവണ ആവശ്യപ്പെട്ടതാണ് സഭ ചേരുന്നതിന് മുൻപും ശേഷവും ദേശീയഗാനം ആലപിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. അതെന്തായാലും പാലിക്കപ്പെട്ടില്ല. മാത്രമല്ല, നയപ്രഖ്യാപനത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നയപ്രഖ്യാപനം വായിക്കാത്തതെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. സഭയിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. വലിയ പ്രതിഷേധം DMK-യുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സ്പീക്കർ അപ്പാവു നയപ്രഖ്യാപനം പൂർണ്ണമായും തന്നെ സഭയിൽ വായിക്കുകയും അതിനുശേഷം ആ നയപ്രഖ്യാപനം സഭാരേഖയിൽ ചേർത്തുന്നു എന്നുള്ളത് സഭ ഏകകണ്ഠമായി പാസ്സാക്കുകയും ചെയ്തു, പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നിപ്പോൾ സഭ അവസാനിപ്പിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഗവർണർ ആർ എൻ രവിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത്, നയപ്രഖ്യാപനത്തിന് മുമ്പും ശേഷവും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ദേശീയഗാനം പാടണമെന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അതെന്തായാലും പാലിക്കപ്പെട്ടില്ല. മാത്രമല്ല, ഇതിൽ ലഭിച്ച പ്രസംഗത്തിൽ വസ്തുതയ്ക്ക് വിരുദ്ധമായ നിരവധി ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. താൻ ദേശീയഗാനത്തിനായി എഴുന്നേറ്റപ്പോൾ ഗോഡ്സെയുടെ പിന്മുറക്കാരനാണ് എന്ന് സ്പീക്കർ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് താൻ സഭ വിട്ടത് എന്നുള്ളതാണ് എന്തായാലും ഈ പറഞ്ഞ ഗവർണർ ആർ. അതിനാടകീയ രംഗങ്ങളാണ് ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ നടന്നത്. ഇതിൽ വിശദീകരണവുമായി ഇപ്പോൾ ഗവർണർ എത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് മനീഷ് മൂർത്തി നൽകിയത്. ഇതോടെ ലൈവ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി